ഹായ് ഗായ്സ്, അപ്പം നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ പക്കവാട ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് ആവശ്യത്തിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ 2 വലിയ ഉള്ളി ചോപ്പ് ചെയ്തത്, നമുക്ക് കുറച്ച് വലിയ ജീരകം വേണം, ഒരു ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ 4 പച്ചമുളകാണ് കേട്ടോ വേണ്ടത്. അപ്പം നമുക്കിതൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ കുറച്ച് ഉപ്പ്, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു നുള്ള് കായപ്പൊടിയാണ് കേട്ടോ. ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായി മിക്സ് ചെയ്തിട്ട് അടുത്ത ഇൻഗ്രീഡിയൻസ് നമുക്ക് എന്താണെന്ന് നോക്കാം. നന്നായി കുഴക്കണം കേട്ടോ നമ്മൾ. അപ്പം നമുക്ക് കുറച്ച് കടലപ്പൊടി ഇട്ട് കൊടുക്കണം, കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊടി ഇടാനുള്ള കാരണം നമുക്ക് കുറച്ചും കൂടി ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. നന്നായി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ. അപ്പം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി വരുന്ന വരെ നമുക്കത് മിക്സ് ആക്കി കൊടുക്കണേ. പായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് സ്റ്റവ് ഓൺ ആക്കാം കേട്ടോ. ഡീപ്പ് ഫ്രൈക്ക് ഇനി ചട്ടി ചൂടായി വന്നിട്ട് നമുക്ക് ഓയിൽ ഒഴിക്കാം. അപ്പം നമുക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കിടക്കാം കേട്ടോ. ആണ് നേരത്തെ റെഡിയാക്കി വെച്ച പക്കവട മിക്സ്ചർ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ക്രിസ്പി പക്കവട റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്ര വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.